നമസ്കാരം. മലയാള സിനിമാ നടന്മാരായ ദുൽഖർ സൽമാൻ അടക്കമുള്ളവരുടെ വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് നടന്നിരിക്കുകയാണ്. ദുൽഖർ സൽമാന്റെ പനമ്പിള്ളി നഗറിലുള്ള വീടിലാണ് പരിശോധന നടന്നത്. കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായാണ് നടപടി. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിക്കുന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് രാജ്യവ്യാപകമായി കസ്റ്റംസ് റെയ്ഡ് നടത്തുന്നത്. നടന്മാരുടെ വീടുകളിലടക്കം കേരളത്തിൽ 30 ഇടങ്ങളിലാണ് കസ്റ്റംസ് ഇന്ന് പരിശോധന നടത്തുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലെ 30 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. എന്താണ് ഓപ്പറേഷൻ നുംഖോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദമായി പരിശോധിക്കാം. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് കാറ്റഗറിയിൽ പെടുന്നതുമായ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കസ്റ്റംസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമായി തുടങ്ങുന്നത്. കേരളത്തിലെ ഏതാനും സിനിമാ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും വ്യവസായികളും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കസ്റ്റംസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഭൂട്ടാൻ ആർമിയും മറ്റും ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് സൈന്യം ലേലം ചെയ്ത SUVകളും മറ്റും ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ഇവ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ശേഷം ഉയർന്ന വിലയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കുകയായിരുന്നു. ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് എത്തിയിട്ടുള്ള വാഹനങ്ങൾ 200 എണ്ണം കേരളത്തിൽ മാത്രം വിറ്റിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഈ വാഹനങ്ങളെല്ലാം കസ്റ്റംസിന്റെ പ്രിവന്റീവ് യൂണിറ്റുകൾ പിടിച്ചെടുക്കുമെന്നാണ് സൂചന. ഇത്തരത്തിൽ എത്തിയിട്ടുള്ള വാഹനങ്ങൾ കേരളത്തിൽ രജിസ്ട്രേഷൻ മാറ്റിയോ എന്നതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഭൂട്ടാൻ വാഹന ഇടപാട് സംബന്ധിച്ചുള്ള സൂചനകൾ DRA കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിരുന്നു എന്നാണ് വിവരം. പഴയ ഡിഫൻഡർ അടക്കമുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാതിർത്തി കടന്ന് എത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. ഭൂട്ടാൻ സൈന്യത്തിന്റെ വാഹന വ്യൂഹത്തിലെ പഴക്കം ചെന്ന വാഹനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് ലേലം ചെയ്യുകയും ഇവ നികുതി അടയ്ക്കാതെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തിച്ച് രജിസ്റ്റർ ചെയ്ത ശേഷം ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയുമാണ് പതിവ്. ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് കേരളത്തിലെ നടന്മാരും വ്യവസായ പ്രമുഖരും വാങ്ങിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഇത്തരത്തിൽ എത്തിയിട്ടുള്ള വാഹനങ്ങൾ നികുതി അടച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് കസ്റ്റംസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇന്ത്യയിലെത്തുന്ന വാഹനങ്ങൾ 4 ഇരട്ടി വിലയിലാണ് പല സംസ്ഥാനങ്ങളിലുമുള്ള ഉപഭോക്താക്കൾക്ക് വിറ്റഴിച്ചിരിക്കുന്നതെന്നാണ് ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ് എന്നീ വിഭാഗങ്ങളാണ് കേസ് അന്വേഷണം നടത്തുന്നത്. ലാൻഡ് ക്രൂയിസർ, ലാൻഡ് റോവർ, വിവിധ SUVകൾ, ട്രക്കുകൾ എന്നിവയും കടത്തിക്കൊണ്ടുവന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ HP 52 രജിസ്ട്രേഷൻ നമ്പറിലാണ് കൂടുതൽ വാഹനങ്ങളും നമ്പർ എടുത്തിട്ടുള്ളത്. RC ഓഫീസിൽ നിന്നുള്ള NOC ഉൾപ്പെടെയാണ് കേരളത്തിൽ വിറ്റഴിച്ചിരിക്കുന്ന വാഹനങ്ങൾ എത്തിയിട്ടുള്ളത്. ഇതുപയോഗിച്ച് അനായാസം കേരളത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഭൂട്ടാനിൽ നിന്നും കൊണ്ടുവരുന്ന വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിക്കുന്നു എന്നാണ് കസ്റ്റംസിന്റെ പ്രധാനമായ കണ്ടെത്തൽ. 8 തരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചത്. വിദേശത്തു നിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചില ഇളവുകളുണ്ട്. ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി അവിടെ രജിസ്റ്റർ ചെയ്യുകയും ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ആദ്യം ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യും. അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗത്തേക്കായി എത്തിക്കുന്നതാണ് രീതി. പിന്നീട് നമ്പർ മാറ്റുമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കാൻ ഇന്ത്യയിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറെ കാലമായി അന്വേഷണം നടത്തുകയായിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയത്. ഇവരിൽ പ്രമുഖ സിനിമാ താരങ്ങൾ, വ്യവസായികൾ എന്നിവർ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് വിവരം. സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട്.